ചെറിയ കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഡെയിലി ഡീപ്പ് ക്ലീനിങ് ചെയ്യാന്നുള്ളത് നമ്മളിൽ പലർക്കും പോസിബിൾ അല്ല. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ നിലവും സോഫയും ബാത്റൂമും ഒക്കെ നല്ല വെട്ടി തിളങ്ങിയിരിക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോക്കകത്ത് 3 സൂത്രപ്പണികളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് സോഫ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. അതിനായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് നമുക്കൊരു മാജിക് ലിക്വിഡ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് അപ്പ സോഡ, അതായത് ബേക്കിംഗ് സോഡ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷാമ്പു ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം സ്പ്രേ ഉണ്ടല്ലോ, അതിനിപ്പോൾ ഏതായിക്കോട്ടെ അതും കൂടെ ആഡ് ചെയ്യാം, ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ലിക്വിഡ്, ഒന്നുകിൽ ഹാൻഡ് വാഷ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യണം ഏതെങ്കിലും ഒരു ലിക്വിഡ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കാം, അതായത് വെള്ളം വലിച്ച് കുടിക്കാൻ പാകത്തിനുള്ള സെറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഐബുട്ടൻ്റെ ടർക്കിയാണ് എടുത്തിട്ടുള്ളത്. അവൻ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ടർക്കിയാണ്. അപ്പോൾ നമ്മളിതങ്ങനെ വേറെ ഒന്നിനും യൂസ് ചെയ്യലില്ല. ദെൻ നമ്മുടെ പാലപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിൻ്റെ അടപ്പുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ അടപ്പ് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ അങ്ങോട്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു റബ്ബറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, ഞാനിപ്പോൾ ഒരു ബണ്ണാണ് എടുത്തിട്ടുള്ളത്, മുടിയിലിടണ ഒരു ബണ്ണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നങ്ങ് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് നല്ലോണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സോഫ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കുന്നത്. പുറമേന്ന് കാണുമ്പോൾ സോഫ നല്ല വൃത്തിയാണ് എന്നൊക്കെ തോന്നും, പക്ഷേ കയ്യെത്താത്ത ഇടങ്ങളിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എത്രത്തോളം അഴുക്കാണെന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ അന്തം വിടും. സോഫ കവർ ആകെ മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ആക്കുന്ന ദിവസം തന്നെയാണ് നമ്മളത് അലക്കാനും എടുക്കൽ. അപ്പോൾ അത് എടുത്തിട്ട് അതുകൊണ്ട് തന്നെ അതിമുള്ള പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ എൻ്റെ കുഞ്ഞിച്ചെറുക്കന് കഴിക്കലും കുടിക്കലും കിടക്കലൊക്കെ ഈ സോഫമ്മ തന്നെയാണ് കേട്ടോ. അതും ഇതൊക്കെ കഴിച്ചയുമ്പോൾ കൊടുന്നിടണോണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സ്മെല്ല്, വേറൊരു തരം സ്മെല്ല് ഫീൽ ചെയ്യലുണ്ട്. സോ എന്നുള്ള ക്ലീനിങ് ഒട്ടും പോസിബിൾ അല്ല. അതാണ് ഞാൻ കുഞ്ഞുങ്ങളുള്ളവർക്ക് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. നല്ല സ്മെല്ലും ഉണ്ടാകും, സോഫ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ലുക്കും ഫീൽ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോഴൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യെത്താത്ത ഇടങ്ങളിലൊക്കെ ഇത് കറക്റ്റ് ചെന്നിട്ട്, അതായത് അതിൻ്റെ തുന്നലുകൾക്കിടയിലും ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെയും ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും സൈഡിലും ഒക്കെ ഒരുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാൻ പറ്റും. ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. സോ ഇവിടെ നല്ല നീറ്റായിട്ട് കിടക്കണ കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, കുറച്ച് എന്താ പറയുക, ഇവിടെ നല്ല ഡാർക്ക് കളറിലുണ്ട്, നമ്മൾ അഴുക്കൊക്കെ കളഞ്ഞതല്ലേ. അപ്പോൾ ആ ഒരു പുതുപുത്തൻ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെയും കൂടെ നമുക്കിനി ക്ലീൻ ആക്കാം. സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം കുറച്ചും കൂടെ കളറുള്ളതായിട്ട് ഫീൽ ചെയ്യും. മറ്റേ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആകെ 8-9 മാസമായിട്ടുള്ളൂ. അപ്പോൾ അധികം അങ്ങോട്ട് മുഷിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും കണ്ടങ്ങൾ ഇതൊക്കെ അയിമന്ന് പോന്നിട്ടുള്ള ചളിയും പൊടിയൊക്കെയാണ്. സോഫൻ്റെ കയ്യും കാലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുക്കുന്നത് തന്നെയാണ്. അതായത് രാവിലെ നമ്മൾ അടിച്ചു വാരണ സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ച് തുടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചങ്ങായി അവിടെ കിടക്കണുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് പരിപാടി. ഇത് എത്ര നന്നാക്കുകയാണെങ്കിലും ഈ ചെറുക്കൻ്റെ കിടത്തവും ഇരുത്തും ഒക്കെ അതിന്മേൽ തന്നെയാണ്. ചെറിയ കുട്ടികളുള്ളവർക്ക് മാത്രമേ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ വീട് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആ ആഗ്രഹം പോലെ എന്നും കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയണ കാര്യമല്ല. അപ്പോൾ പെർഫെക്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയണത് നമ്മൾ മാക്സിമം അന്നെന്നുള്ളത് അന്നെ ചെയ്യാൻ നോക്കുക. സോഫ ക്ലീനിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളെ നിലം തുടക്കണ വെള്ളത്തിൽ ഒരു ചെറിയ സൂത്രപ്പണി നമ്മൾ ഒപ്പിക്കുന്നുണ്ട്, അതും കൂടെ കാണിക്കാം. ഈ ഒരു സാധാ വെള്ളത്തിനെ നമ്മളൊരു മാജിക് വാട്ടർ ആക്കാൻ പോവുകയാണ്. സോ ഒരു കയ്യിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് നമ്മളെ സുർക്ക അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് അപ്പ സോഡ, അതായത് ബേക്കിംഗ് സോഡ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഷാമ്പു അതിൽ കുറവാണ് കേട്ടോ, ഉള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതിന് ശേഷം നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രേ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഒരുപാടൊന്നും ആക്കണ്ട, കുറച്ചൊന്നും ആക്കി കൊടുക്കുക നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ നമ്മൾ നിലം തുടക്കുമ്പോൾ യൂസ് ചെയ്യണ ലിക്വിഡ് അതൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഷാമ്പു ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വഴുവഴുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ഇനി ഈ മാജിക് വാട്ടർ വെച്ചിട്ട് നമുക്ക് അകം തുടക്കാം അല്ലേ. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ നിലം തുടക്കുകയാണെന്നുണ്ടെങ്കിൽ തറയ്ക്കൊക്കെ നല്ല എന്താ പറയുക, നല്ല വെട്ടിത്തിളങ്ങണ പോലെ നിൽക്കും. മുക്കിലും മൂലയിലൊക്കെ ഇത് എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കും കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നമ്മൾ സ്പ്രേ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു, അതേപോലെ തന്നെ ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വഴുവഴുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. കാല് വെച്ചാൽ ഒട്ടലോ വഴുക്കലോ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യൂല. കാരണം ചെറിയ കുട്ടി എനിക്കും ഉള്ളതാണ്. ചെറിയ കുട്ടി എന്നല്ല, നമ്മളുടെ അവസ്ഥയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. വഴുക്കലൊക്കെ എല്ലാവർക്കും പറ്റണ കാര്യം തന്നെയാണ് അല്ലേ. സോ നിങ്ങളിത് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കി. എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ അകം തുടക്കലേ ഇല്ല. 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ അകം തുടക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കന്നെ വേണ്ട, അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കും. വീടിങ്ങനെ എപ്പോഴും ക്ലീൻ ആണെങ്കിൽ നമ്മുടെ മനസ്സിനും ഒരു പ്രത്യേക സമാധാനമായിക്കാരും. ഇനി ലാസ്റ്റ് ടിപ്പ്, മുന്നേ പറഞ്ഞിട്ടുള്ള 2 ടിപ്പും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് വലിയ സീനൊന്നുമില്ല. ബട്ട് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നല്ല തിളച്ച വെള്ളം അവിടെ റെഡി ആക്കിയിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ഒഴിക്കുക തന്നെ നമ്മളെ ബാത്റൂമിക്ക്. കുളിച്ച് കഴിഞ്ഞാൽ സോപ്പിൻ്റെയും നമ്മുടെ മേത്തത്തെ എണ്ണൻ്റെയും ഒക്കെ ചെറിയ ചെറിയ പാളികൾ ആ ഡ്രെയിനിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. ലൈക്ക് അതൊരു കൊഴുപ്പ് പോലെ ഇരിക്കും. ചൂടുവെള്ളം ഒഴിച്ചാൽ ആ കൊഴുപ്പ് പോലെയുള്ള അവശിഷ്ടങ്ങളൊക്കെ അലിഞ്ഞു പോവാൻ സഹായിക്കും. അതോടെ അതിൽക്കൂടെ വെള്ളം ഇറങ്ങുന്നതും എളുപ്പമാവും. മാത്രമല്ല ബാത്റൂമും തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തോന്നും. എക്സ്പെഷ്യലി നമ്മളെ ചെരുപ്പുമ്മ കൂടെ ഒക്കെ നമ്മൾ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്ന 3 ക്ലീനിങ് സീക്രട്ട്. സോ നിങ്ങളും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കി, റിസൾട്ട് എന്തായാലും കാണും. ഇതുപോലത്തെ ക്ലീനിങ് വീഡിയോസും ഡെയിലി വ്ളോഗൊക്കെ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.